ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി അണ്ടർലൈൻഡ് ഇഡിയം ഇൻ ദ ഗിവൺ സെന്റൻസ്. മെനി പീപ്പിൾ ഇൻ അവർ കൺട്രി ലൈക്ക് ടു ഫെദർ ദെയർ ഓൺ നെസ്റ്റ് ഫ്രം ദി മണി ദേ റേസ് ഫോർ സോഷ്യൽ വർക്ക്. അപ്പൊ ഇവിടെ ഫെദർ ദെയർ ഓൺ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇഡിയത്തിന്റെ മീനിങ് എന്തായിട്ടാണ് വരുന്നത്? വൊക്കാബുലറി ക്ലാസ്സിൽ പഠിപ്പിച്ചെന്നുള്ളതാണ് കേട്ടോ. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഫെദർ ദെയർ ഓൺ നെസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. എൻറിച്ച് വൺസെൽഫ് ബൈ ഡിസോണസ്റ്റ് മീൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നില്ലേ, നമ്മുടെ നെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വീട് നമ്മൾ ഫെദർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോടി പിടിപ്പിക്കുക അല്ലെ. അപ്പൊ ഡിസോണസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, റോങ് ആയിട്ടുള്ള രീതിയിൽ കാശൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീട് മോടി പിടിപ്പിച്ച് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ എൻറിച്ച് വൺസെൽഫ് ബൈ ഡിസോണസ്റ്റ് മീൻസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം: സെലക്ട് ദി ആന്റോണിം ഓഫ് ഡിലിജന്റ്. ഡിലിജന്റിന്റെ ആന്റോണിയം ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ പറഞ്ഞേ, ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ആന്റോണിം ഓഫ് ഡിലിജന്റ്. ആൻസർ ലേസി ആണ്. അപ്പൊ പലരും ഡിലിജന്റ് നമ്മൾ സിനോണിംസിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അസിഡ്യൂസ് പറഞ്ഞിരുന്നു അല്ലെ. ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് ആണ്. അപ്പൊ അതേപോലെ തന്നെ അസിഡ്യൂസ് ഒക്കെ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഹാർഡ് വർക്കിങ്ങും ഇന്റലിജന്റും അസിഡ്യൂസ് ഒക്കെ ഡിലിജന്റ് സിനോണിം ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ള ആന്റോണിം ആണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ ചെയ്യണേ. ആൻസർ ലേസി. അടുത്ത ചോദ്യം: സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. I looked at my damaged car and dash how much it would cost to repair it. Okay, നോക്കിയിട്ട് പറഞ്ഞു. വണ്ടർ ആണോ, വണ്ടേർഡ് ആണോ, വണ്ടറിങ് ആണോ, വണ്ടേഴ്സ് ആണോ? I looked at my damaged car and dash. ആൻസർ വണ്ടേർഡ് ആണ് അല്ലെ. വണ്ടേർഡ് ആണ്. എങ്ങനെ കിട്ടി? സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടെ നോക്കിയേ, ലുക്ക്ഡ് അല്ലെ, ED ഉണ്ട്. ഡാമേജ്ഡ് പാസ്റ്റ് ടെൻസ് ആണ്. വുഡ് ഉണ്ട്, വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വുഡ് ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പാസ്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും വരിക അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ആൻഡ് വണ്ടേർഡ് ഹൗ മച്ച് ഇറ്റ് വുഡ് കോസ്റ്റ് ടു റിപ്പയർ ഇറ്റ്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. എഡ്മണ്ട് ഹിലാരി ആൻഡ് ടെൻസിംഗ് നോർഗെ ഡാഷ് ദാറ്റ് ദേ വിൽ ഡാഷ് ദി മൗണ്ട് എവറസ്റ്റ് ആൻഡ് കോൺകർ ഇറ്റ് ടുഗെദർ. ആൻസർ എന്താ വരിക? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു നോക്കൂ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. എഡ്മണ്ട് ഹിലാരി ആൻഡ് ടെൻസിംഗ് നോർഗെ അസെന്റഡ് ദാറ്റ് ദേ വിൽ ഡാഷ് ദി മൗണ്ട് എവറസ്റ്റ്. എന്താണ്? ദേ വിൽ അസെന്റ് ദി മൗണ്ട് എവറസ്റ്റ് ആൻഡ് കോൺകർ ഇറ്റ് ടുഗെദർ. എങ്ങനെ നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതിനു മുമ്പ് നമുക്കിവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി നമുക്ക് എടുത്ത് മാറ്റാം അല്ലെ. തേർഡ് ഓപ്ഷൻ നമുക്ക് എടുത്ത് മാറ്റാം. എന്താ കാര്യം എന്ന് അറിയാമോ? ഇവിടെ വില്ല് കണ്ടോ? ഈ വില്ലിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ബേസ് ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ് ഐ വിൽ ഗോ. മനസ്സിലായോ? ഈ വില്ലിന് ശേഷം ഞാൻ ഗോയാണ് യൂസ് ചെയ്തത്. അല്ലാണ്ട് ഐ വിൽ ഗോസ് എന്ന് പറയോ? ഇല്ല. അതുപോലെ തന്നെ ഷീ വിൽ റൺ എന്ന് പറയും അല്ലെ. ഷീ വിൽ റൺസ് എന്ന് പറയോ? ഇല്ല. അതായത് വില്ലിന് ശേഷം ബേസ് ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക. ഇവിടെ കണ്ടോ, എസെൻസ്, ഒരു എസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ബേസ് ഫോം ഓഫ് ദി വെർബ് അല്ല. അപ്പൊ ഇതെടുത്ത് നമ്മൾ മാറ്റി. എന്തായാലും ഈ ആൻസർ അല്ല. ഇനി ഈ കൊടുത്തിട്ടുള്ള 3 ആൻസറിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് മീനിങ് നോക്കാം. ഓക്കെ, അസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ASSENT. അസെന്റ് എന്ന് പറഞ്ഞാൽ അവർ യോജിക്കുക അല്ലെങ്കിൽ സമ്മതം കൊടുക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് അസെന്റ് കേട്ടോ. അപ്പൊ അവർ യോജിക്കുക. എഡ്മണ്ട് ഹിലാരി ആൻഡ് ടെൻസിംഗ് നോർഗെ അസെന്റഡ് ദാറ്റ് ദേ വിൽ ഡാഷ് ദി മൗണ്ട് എവറസ്റ്റ്. അതായത് അവർ മൗണ്ട് എവറസ്റ്റ് കയറും അല്ലെ. അസെന്റ് ചെയ്യുക, കയറുക എന്നൊക്കെ പറയില്ലേ. അസെന്റിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ എന്നൊക്കെ പറയില്ലേ. ഈ അസെന്റ് എന്ന് പറഞ്ഞാൽ കയറുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. കിട്ടിയോ? അപ്പൊ മാറിപ്പോണ്ട കേട്ടോ, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഇൻ ദ സെന്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ഗ്രാമാറ്റിക്കലി എറർ. The landlady made me changing the design of the kitchen 3 times. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് പറയാം കേട്ടോ. ഒന്നുകൂടെ ഞാൻ വായിക്കാം. The landlady made me changing the design of kitchen 3 times. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഒരുപാട് തവണ പറഞ്ഞെന്നുള്ളതാണ് കേട്ടോ. എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നേ? യെസ്, ഇതാണ് തെറ്റ് അല്ലേ. എന്താ? ദ ലാൻഡ് ലേഡി മേഡ് മീ ചേഞ്ചിങ് അല്ല. കാരണം മേക്ക് അല്ലെങ്കിൽ മേഡിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ബേസ് ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാൻ അല്ലെ. അപ്പൊ ലാൻഡ് ലേഡി മേഡ് മീ ചേഞ്ച് ദി ഡിസൈൻ ഓഫ് ദി കിച്ചൺ 3 ടൈംസ് ആണ്. മനസ്സിലായോ? ഓർത്ത് വെക്കുക കേട്ടോ. മേക്ക് അല്ലെങ്കിൽ മേഡിന് ശേഷം ബേസ് ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാൻ. അപ്പൊ ഇവിടെ ചേഞ്ച് വരണമായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ചേഞ്ച് ദി ഗിവൺ സെന്റൻസ് വോയിസ്. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള സെന്റൻസിന് ആക്റ്റീവ് ആണെങ്കിൽ പാസീവ് ആക്കുക, പാസീവ് ആണെങ്കിൽ ആക്റ്റീവ് ആക്കുക. ഡസ് ഹി പർച്ചേസ് ബുക്സ് ഫ്രം ദി സ്റ്റോർ. ഏത് വോയിസ് ആണ്? ആക്റ്റീവ് വോയിസ് ആണ് അല്ലെ. ഡസ് ഹി പർച്ചേസ് ബുക്സ് ഫ്രം ദി സ്റ്റോർ. അപ്പൊ നമ്മൾ ഇതിനെ പാസീവ് ആക്കണം. അപ്പൊ ആക്റ്റീവിനെ പാസീവ് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ പാസീവിനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരണ്ടേ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ടെൻസ് മാറില്ല അല്ലെ. അപ്പൊ ഇവിടെ ഡസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് ടെൻസ് ആണ്.
അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. നോക്കിയിട്ട് പറഞ്ഞേ ഡിഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് പറ്റോ? ഇല്ല. ഹാഡും V3 ഫോം ആണ് വന്നിട്ടില്ലേ, അതും പറ്റോ? ഇല്ല. നമുക്ക് പ്രസന്റ് ആണ് അല്ലെ, ഡസ് ആണ്. അപ്പൊ പ്രസന്റ് ആണ് ആൻസർ ആയിട്ട് വരിക. അതായത് ഒന്നല്ലെങ്കിൽ ഇസ് അല്ലെങ്കിൽ ആറ് നമ്മുടെ ആൻസറിനകത്ത് വരണം. ഇവിടെ നോക്കിയേ ആറുണ്ട് അല്ലെ, ഇവിടെ എന്താ പാസ്റ്റാ, ഡിഡ് ആണ്. ഇപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്താ നമ്മുടെ ആൻസർ? ആർ ബുക്സ് പർച്ചേസ്ഡ് ബൈ ഹിം ഫ്രം ദി സ്റ്റോർ. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഇസ് ദി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ഫ്ലോ? ഫ്ലോന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V1 V2 V3 ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്ന ആൻസർ? ഫ്ലോഡ് ആണ് അല്ലെ, ഫ്ലോഡ് ആണ്. ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകുക എന്നുള്ളൊരു മീനിങ് അല്ലെ. അപ്പൊ ഫ്ലോ, ഫ്ലോഡ്, ഫ്ലോഡ് കേട്ടോ. പാസ്റ്റ് ടെൻസ് ഫ്ലോഡ്, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഫ്ലോഡ് ആണ്. പിന്നെ എവിടെയായിരുന്നു നമ്മൾ ഫ്ലൂ ഒക്കെ പഠിച്ചിട്ടില്ലേ? ഫ്ലൂ, ഫ്ലോൺ ഒക്കെ എന്തിന്റെ ആയിരുന്നു? ഫ്ലൈയുടെ ആണ് അല്ലെ. ഫ്ലൈയുടെ വരുമ്പോ എന്തൊക്കെയാ നമ്മൾ പഠിച്ച? പറക്കുക എന്നൊരു മീനിങ് വരുമ്പോ ഫ്ലൈ, ഫ്ലൂ, അതുപോലെ തന്നെ ഫ്ലോൺ കേട്ടോ. തെറ്റിക്കരുതേ, തെറ്റാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ എറർ ഇഫ് എനി. ആദ്യത്തെ ഓപ്ഷൻ നെവർ ഹാഡ് ഐ സീൻ സച്ച് എ വണ്ടർഫുൾ ക്രിക്കറ്റ് മാച്ച്. അടുത്ത ഓപ്ഷൻ ലിറ്റിൽ ഡിഡ് ഷീ അണ്ടർസ്റ്റുഡ് വാട്ട് ദി കൺവേർഷൻ വാസ് അബൌട്ട്. ഓക്കെ, പറയാമോ ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? നോക്കിയിട്ട് പറഞ്ഞോ ആൻസർ. ഇതാണ് തെറ്റ് അല്ലേ. ഓപ്ഷൻ ബി ആണ് തെറ്റ്, അതായത് only one is correct കേട്ടോ. ഓപ്ഷൻ ബി തെറ്റാ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം, നെവർ. അപ്പൊ ഇതേപോലെയുള്ള നെഗറ്റീവ് വാക്കുകൾ, നെവർ, ലിറ്റില്, ഫ്യൂ, ഇങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഹാർഡ്ലി, സ്കേർസ്ലി കേട്ടോ, ഇങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം എന്താ വരണ്ടേ? അതിനുശേഷം ഒരു ഓക്സിലറി വെർബ് വരണം. അതിനുശേഷം മാത്രമേ സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. ഇതാണ് റൂള്. ഇതിനെയാണ് നമ്മൾ ഇൻവേർഷൻ റൂൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതേപോലെയുള്ള നെഗറ്റീവ് വാക്കുകൾ വന്നതിന് ശേഷം ഓക്സിലറി വെർബ്, അതിനുശേഷം സബ്ജക്റ്റ്. അപ്പൊ ഇത് കറക്റ്റ് ആണ് കണ്ടോ. നെവർ, ഹാഡ് ഉണ്ട്. അപ്പൊ ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം V3 ഫോം ഓഫ് ദി വെർബ് ആണ് വരണ്ടത്. സീൻ തന്നെയാണ് വരണ്ടത്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ. ലിറ്റിൽ ഡിഡ് ഷീ അണ്ടർസ്റ്റുഡ്. ലിറ്റിൽ ഇതേപോലെ തന്നെ നെഗറ്റീവ് വാക്കാണ്. അപ്പൊ അതിനുശേഷം ഡിഡ് ഷീ തന്നെ വരണം. ഷീ ഡിഡ് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ, ഡിഡ് ഷീ തന്നെയാണ്. അപ്പൊ ഇത്രയും കറക്റ്റാ. പക്ഷേ അപ്പൊ ഡിഡിന് ശേഷം നമുക്ക് V2 ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഡിഡിന് ശേഷം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബേസ് ഫോം ഓഫ് ദി വെർബ് ആണ് കേട്ടോ. അപ്പൊ ഡിഡ് റൺ എന്ന് പറയും അല്ലെ. ഡിഡ് റൺ, ഡിഡ് റൺ എന്ന് പറയുന്നത് എന്താ? ഡിഡ് റൺ എന്ന് പറയുന്നതാണ് റാൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഡിഡ് അണ്ടർസ്റ്റുഡ് എന്ന് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്നത് പാസ്റ്റാ. പിന്നെ അതിന് മുമ്പിൽ നമ്മൾ ഡിഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പം ലിറ്റിൽ ഡിഡ് ഷീ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദി കൺവേർഷൻ വാസ് അബൌട്ട് ആണെങ്കിൽ ശരിയാണ്. ക്ലിയർ ആണോ? അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഒമ്പതാമത്തെ ചോദ്യം. ഡാഷ് ബ്ലാക്ക് ആൻഡ് ഡാഷ് വൈറ്റ് ഡോഗ് ഇസ് മൈൻ. ആൻസർ പറഞ്ഞോളൂ. ഡാഷ് ബ്ലാക്ക് ആൻഡ് ഡാഷ് വൈറ്റ് ഡോഗ് ഇസ് മൈൻ. എന്റെ ഡോഗാണ്. അപ്പൊ സ്പെസിഫിക് ആയിട്ട് പറയാണ് എന്റെ ഏതൊരു ഡോഗ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. അതായത് ദ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോഗ് ഇസ് മൈൻ. കറുപ്പും വെള്ളയും കൂടിയിട്ടുള്ള ആ ഒരു ഡോഗ് എന്റെ ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സപ്പോസ് നമ്മളിവിടെ ദ ബ്ലാക്ക് ആൻഡ് ദ വൈറ്റ് ഡോഗ് ആണെങ്കിൽ രണ്ട് ഡോഗ് ഉണ്ട് അല്ലെ, കറുത്ത ഡോഗും വൈറ്റ് ഡോഗും എന്നുള്ള രീതിയിൽ രണ്ടെണ്ണം വരും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ആറ് യൂസ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയത്. ഓക്കെ, ഇവിടെ എസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ പട്ടിയാണ് ദ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോഗ് ഇസ് മൈൻ. അടുത്ത ചോദ്യം. ഐ ഡോണ്ട് നോ ഹൗ ഷീ മാനേജസ് ടു സപ്പോർട്ട് സച്ച് എ ലാർജ് ഫാമിലി. ഷീ ഹാസ് നത്തിങ് ഡാഷ് ഹെർ പെൻഷൻ. അപ്പൊ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിസൈഡ്സ് ഉണ്ട്, എക്സ്പെക്ട് ഉണ്ട്, എക്സെപ്റ്റ് ഉണ്ട്, അപ്പാർട്ട് ഫ്രം ഉണ്ട്. ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ ഏതൊക്കെയാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. 4 എണ്ണോ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എയും ബിയും ആണോ, AB D ആണോ, AC D ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. എയും സിയും ഡിയും ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ഷീ മാനേജസ് ടു സപ്പോർട്ട് സച്ച് എ ലാർജ് ഫാമിലി. ഷീ ഹാസ് നത്തിങ് ബിസൈഡ്സ് ഹെർ പെൻഷൻ. അത് കറക്റ്റാ. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ അഡീഷൻ ടു, അവൾക്ക് ആ പെൻഷൻ കൂടാതെ വേറെ ഒന്നും ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ. ബിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? അരികിലാണ് കേട്ടോ. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻ അഡീഷൻ ടു, ഒരു എസ്സും കൂടി ഇല്ലേ, അപ്പോൾ ഒരു അഡീഷനും കൂടെ വന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പൊ പിന്നെ തെറ്റില്ലല്ലോ. ബിസൈഡ്സ് പെൻഷൻ, അത് കറക്റ്റ് ആണ്. എക്സ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ആം എക്സ്പെക്ടിങ് യു, ഞാൻ നിന്നെ പ്രതീക്ഷിക്കുകയാണ്, ആ ഒരു രീതിയിലല്ലേ. അപ്പൊ ഷീ ഹാസ് നത്തിങ് എക്സ്പെക്ട് ഹെർ പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, അതിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? എക്സെപ്റ്റ് എന്ന് യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവൾക്ക് ആ ഒരു പെൻഷൻ അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ ബിസൈഡ്സ് ശരിയാണ്, ഇൻ അഡീഷൻ ടു, അതുപോലെ തന്നെ എക്സെപ്റ്റ് അതും കറക്റ്റ് ആണ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കിയേ. ഷീ ഹാസ് നത്തിങ് അപ്പാർട്ട് ഫ്രം ഹെർ പെൻഷൻ. ഓക്കെ, അവളുടെ പെൻഷന് പുറമെ അവൾക്ക് വേറെ ഒന്നുമില്ല. അപ്പാർട്ട് ഫ്രമും കറക്റ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാ കറക്റ്റ് ആയിട്ട് വരുന്നത്? എയും സിയും ഡിയും ആണ് കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം.
വെൻ ദി ഓൾഡ് വുമൺ ഡാഷ് ദാറ്റ് ഹെർ ഗ്രാൻഡ് സൺ ഡാഷ് ഫോർ റോബറി ഷീ ഡാഷ് ഷോക്ക്. 3 ഡാഷ് ഉണ്ട് കേട്ടോ. കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നമുക്ക് എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആൻസർ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് വെൻ ദ ഓൾഡ് വുമൺ. ഓക്കെ, ഇവിടെ നമുക്ക് ഡാഷ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം കേട്ടോ. ഈ 4 ഓപ്ഷൻസ് നോക്കിയേ. ഹേർഡ് ഉണ്ട്, ഹേർഡ് ഉണ്ട്, ഹേർഡ് ഉണ്ട്, ഇവിടെ ഹിയർ ഉണ്ട്. ഹിയർ എന്തായാലും ആൻസർ ആയിട്ട് വരില്ല അല്ലെ, കാരണം എന്താ, ഓൾഡ് വുമൺ ആണ്, വുമൺ ആണ്. ഓക്കെ, അപ്പൊ സിംഗുലർ ആണെങ്കിൽ ഇവിടെ എന്ത് വരണമായിരുന്നു, ഹിയേഴ്സ് വരണമായിരുന്നു അല്ലെ, ഒരു എസും കൂടെ ചേർത്ത് വരണമായിരുന്നു. അപ്പൊ അതല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഓപ്ഷൻ നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണല്ലോ. ഇനി അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും കേട്ടോ. ഇനി അപ്പൊ നമുക്ക് മനസ്സിലായി എന്തായാലും പാസ്റ്റ് ആണ്, ഹേർഡ് ആണ് അല്ലെ. ഹേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഹിയറിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹേർഡ്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഈ ലാസ്റ്റ് ഭാഗവും എന്ത് വരണം, പാസ്റ്റ് ടെൻസ് തന്നെ വരണം. ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ ഈ ലാസ്റ്റ് ഭാഗം ഇവിടെ എന്താ, വാസ് ഷോക്ക്ഡ്, ഇവിടെ ഷോക്ക് ആണ്, പ്രസന്റ് ആണ്, ഇവിടെയും പ്രസന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് മാറ്റിക്കൂടെ, പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തിയില്ലേ. അപ്പൊ തന്നെ നമുക്ക് കിട്ടിയല്ലേ എന്താ, ഹേർഡ്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി ഏതെങ്കിലുമൊക്കെ അറിയാവുന്നത് വെച്ച് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പൊ വെൻ ദി ഓൾഡ് വുമൺ ഹേർഡ് ദാറ്റ് ഹെർ ഗ്രാൻഡ് സൺ ഹാഡ് ബീൻ അറസ്റ്റഡ് എന്താ, ഷീ വാസ് ഷോക്ക്ഡ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഐ കാൺ യൂസ് മൈ കമ്പ്യൂട്ടർ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡാഷ് ഓൺ ഇറ്റ്. എനിക്ക് എൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡാഷ് ഓൺ ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ എന്താ, ആൻസർ ഓപ്ഷൻ ബി ആണ്. ഐ കാൺ യൂസ് മൈ കമ്പ്യൂട്ടർ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് ബീയിങ് ഇൻസ്റ്റാൾഡ് ഓൺ ഇറ്റ്. ഓക്കെ, ഇസ് ബീയിങ് ഇൻസ്റ്റാൾഡ് ഓൺ ഇറ്റ്. എന്താ റീസൺ, എനിക്കിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, കാരണം ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ഇനി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്താം, എന്താ ഈ കാണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, പ്രസന്റ് ടെൻസ് അല്ലേ. അപ്പൊ പ്രസന്റ് ടെൻസ് ഉള്ള ഓപ്ഷൻ ഇവിടെ നോക്കിയേ, വാസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. ഇസ് ബീയിങ് ഇൻസ്റ്റാൾഡ് ആണ് നമ്മുടെ ആൻസർ. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് ആന്റോണിം ഓഫ് ദി ഗിവൺ വേർഡ്. ഫിക്കിൾ, ഫിക്കിളിന്റെ ആന്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. ഫിക്കിൾ, നമ്മൾ ഫിക്കിൾ എന്ന് പറയുമ്പോൾ പിക്കിൾ ആലോചിക്കുക, അച്ചാർ ആലോചിക്കുക കേട്ടോ. നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്കിൾ കഴിക്കാൻ പാടില്ല എന്ന് ആലോചിക്കുക. കഴിക്കാൻ പാടില്ല ആണ് നമ്മുടെ ഈ ഒരു ഓപ്പോസിറ്റ് കേട്ടോ. അപ്പം പിക്കിള് കോൺസ്റ്റന്റ് ആയിട്ട് കഴിക്കാൻ പാടില്ല, ഓപ്പോസിറ്റ് കാണിക്കാനാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. കിട്ടിയോ? അടുത്ത ചോദ്യം, ദ അനൗൺസ്മെന്റ് ഓഫ് ദി റിസൾട്ട്സ് ഡാഷ് എവെയിറ്റിംഗ്. ആലോചിച്ചിട്ട് പറഞ്ഞേ, ദ അനൗൺസ്മെന്റ് ഓഫ് ദി റിസൾട്ട്സ് ഡാഷ് എവെയിറ്റിംഗ്. ആൻസർ ഇസ് ആണ് അല്ലേ. കാരണം എന്താ, ഇതേപോലെ ഒരു സെന്റൻസ് കൊടുത്തിട്ട് അതിനകത്തൊരു പ്രപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പുള്ളതായിരിക്കും നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരിക അല്ലേ. അല്ലാണ്ട് ഇവിടെ റിസൾട്ട്സ് ഉണ്ട്, എസ് ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ആറോ വേറോ എന്നുള്ള ആൻസറിലേക്ക് എത്തരുത് കേട്ടോ. അപ്പൊ എപ്പോഴും നോക്കുക, പ്രപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പിലുള്ളതായിരിക്കും നമ്മുടെ സബ്ജക്റ്റ്. ഇവിടെ ദ അനൗൺസ്മെന്റ് ആണ്, അനൗൺസ്മെന്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ എറർ ഇഫ് എനി. ഓക്കെ, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻസ് വായിക്കാം. ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് മോങ്ക് ഇസ് നൺ. മോങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, സന്യാസി അല്ലെ, മുനി എന്നൊക്കെ നമ്മൾ പറയും. അതിന്റെ ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുന്നത് നണ്ണാണ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ദ കളക്റ്റീവ് നൗൺ ഫോർ കാറ്റിൽ ഇസ് ഹേർഡ്. കാറ്റിലിന്റെ കളക്റ്റീവ് നൗൺ എന്താ, ഹേർഡ് ആണ് കേട്ടോ, ഹേർഡ് ആണ്, അതും കറക്റ്റ് ആണ്. ആർട്സ് കോളേജ് ഇസ് എ കോമ്പൗണ്ട് വേർഡ് അല്ലെ. ആർട്സ് കോളേജ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് വേർഡാ. കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, 2 വാക്കുകൾ കൂടി ഉണ്ടായിട്ടുള്ള വാക്കാണ് കോമ്പൗണ്ട് വേർഡ്. ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട് അല്ലെ. അപ്പൊ ആർട്സ് കോളേജ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് വേർഡ് ആണ്. ഹി ഹാഡ് 3 സൺസ് ഇൻ ലോ. അപ്പൊ സൺ ഇൻ ലോന്റെ പ്ലൂറൽ എന്താ വരുന്നത്, സൺസ് ഇൻ ലോ ആണ് കേട്ടോ, അതും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആൻസർ നൺ ഓഫ് ദീസ്. കളക്റ്റീവ് നൗണും അതുപോലെ തന്നെ സിംഗുലർ പ്ലൂറലിന്റെ ഒക്കെ ക്ലാസ് ഇന്ന് രാത്രി 7 മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ, എല്ലാവരും കാണണേ. അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം, ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ ഡാഷ് ഡൺ ദിസ്. ആൻസർ എന്താ, ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ ഡാഷ് ഡൺ ദിസ്. ആൻസർ ഹാവ് ഡൺ ദിസ് ആണ്. ഓക്കെ, ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ. ഇവിടെ നോട്ട് കാണുമ്പോൾ പലരും വിചാരിക്കും ഇതില്ല എന്ന് വിചാരിക്കും, എന്നിട്ട് ഒന്നല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഇസ് ഒക്കെ കൊണ്ടുപോയിട്ട് കുത്തും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ നോട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ. അപ്പൊ ഹാവ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ, പ്ലൂറിൽ തന്നെ യൂസ് ചെയ്യാം. 18ാമത്തെ ചോദ്യം നോക്കാം. ദ പോലീസ്മാൻ ആസ്ക്ഡ് മീ വേർ ഡാഷ്. ഐ വാസ് ഗോയിങ് ആണോ, വാസ് ഐ ഗോയിങ് ആണോ, ഐ ആം ഗോയിങ് ആണോ, ആം ഐ ഗോയിങ് ആണോ? ഓക്കെ, ദ പോലീസ്മാൻ ആസ്ക്ഡ്, ഇ ഡി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായാലും പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് അവസാനത്തെ 2 ഓപ്ഷൻ എടുത്ത് മാറ്റാം അല്ലെ. അപ്പം ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ചിനകത്ത് വേറിന് ശേഷം WH വാക്കുകൾക്ക് ശേഷം എന്താ വരണ്ടേ,
എന്താ വരണ്ടേ? ആദ്യം സബ്ജക്റ്റ് വരണം, അതിനുശേഷം മാത്രമേ ഓക്സിലറി വെർബ് വരാൻ പാടുള്ളൂ അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ക്ലാസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കാണാം. ആക്റ്റീവ് പാസീവിന് അത് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവിടെ എന്താ വരണ്ടേ? ദ പോലീസ്മാൻ ആസ്ക്ഡ് മീ വേർ ഐ വാസ് ഗോയിങ് ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. വേറിന് ശേഷം സബ്ജക്റ്റ് വരണം, അതിന് ശേഷം മാത്രമേ എന്ത് വരണ്ടേ? ഓക്സിലറി വെർബ് വരാൻ പാടുള്ളൂ. കിട്ടിയോ? അടുത്ത ചോദ്യം, 19ാമത്തെ ചോദ്യം. ഐ വാസ് ഇൻ എ ഗ്രേറ്റ് ഡയലമ വെൻ ഐ ഹാഡ് ടു മേക്ക് എ ഹോബ്സൺസ് ചോയ്സ്. ഹോബ്സൺസ് ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൂളിഷ് ചോയ്സ് ആണോ, നോ ചോയ്സ് ആണോ, നോ ഗുഡ് ചോയ്സ് ആണോ, ഒൺലി എ ബാഡ് ചോയ്സ് ആണോ? ഹോബ്സൺസ് ചോയ്സ് പറഞ്ഞോളൂ. ആൻസർ നോ ചോയ്സ് കേട്ടോ. ഒരു ചോയ്സും ഇല്ല എന്നുള്ള ഒരു ആൻസർ ആണ് ഹോബ്സൺസ് ചോയ്സ്. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യം നോക്കാം. ഐ റൈറ്റ് ടു ഹെർ നൗ ആൻഡ് ദെൻ. ഇതിനകത്തുള്ള നൗ ആൻഡ് ദെൻ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണോ, ആഡ്വർബ് ആണോ, പ്രപ്പോസിഷൻ ആണോ, പ്രോനൗൺ ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞേ, എന്തായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ ആഡ്വർബ് ആണ്. എങ്ങനെയാ കിട്ടിയേ? ഇവിടെ നോക്കിയേ, ഐ റൈറ്റ് ടു ഹെർ ആണ് അല്ലെ. അപ്പം ആഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താ? വെർബിനെ ആഡ് ചെയ്യുന്നത്, അതായത് വെർബിനെ വിശേഷിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുന്നത്. ഇവിടെ വെർബ് എന്ന് പറയുന്നത് എന്താ? ഐ റൈറ്റ് അല്ലെ. ആ റൈറ്റിനെ വിശേഷിപ്പിക്കുന്നതാണ്. എപ്പോഴാണ് എഴുതിയെന്ന് ചോദിക്കുകയാണെങ്കിൽ നൗ ആൻഡ് ദെൻ അല്ലെ, ഇപ്പോഴും ഇനിയും എഴുതും എന്നുള്ളൊരു മീനിങ് ആണ് വന്നിട്ടുള്ളത്. Whenever I go swimming, I end up with dash earache, which always causes me to get dash headache. ആലോചിച്ചിട്ട് പറഞ്ഞേ, ഇവിടെ എന്തായിരിക്കും വരിക? ഡാഷ് ഇയറേക്കും ഡാഷ് ഹെഡേക്കും. പറഞ്ഞോളൂ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതായത് ഇയറേക്കിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട. അതേസമയം ഹെഡേക്കിന് മുമ്പിൽ നമ്മൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഓർത്ത് വെച്ചേക്കണേ, ഇയറേക്കിന് മുമ്പിൽ ആർട്ടിക്കിൾ വേണ്ട, ഹെഡേക്കിന് മുമ്പിൽ ആർട്ടിക്കിൾ വേണം. ഓക്കെ ആണല്ലോ. അടുത്ത വാക്ക് നോക്കാം. ഓണറസ് ആണ് കേട്ടോ. ഓണറസിന്റെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്തുള്ള സിനോണിംസ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത് SSCയിൽ ചോദിച്ചിട്ടുള്ള പല സിനോണിംസ് ആണ് കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ഒരു PSCയുടെ ട്രെൻഡ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് പറയുന്ന സിനോണിംസ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഓണറസ് മീൻസ് എന്താ? നീഡിങ് ടു ഗെറ്റ് എഫേർട്ട് ആണ്, നല്ല എഫേർട്ട് കൊടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഓണറസ്. അപ്പൊ ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, നമുക്ക് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണർത്തുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കാം അല്ലെ. ചില ആൾക്കാർ എത്ര വിളിച്ചാലും അവര് ഉണരില്ല എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പൊ നമ്മൾ നല്ല എഫേർട്ട് കൊടുത്തിട്ട് അവരെ ഉണർത്തേണ്ടി വരും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സോ ഓണറസ് ഇറ്റ് മീൻസ് നീഡിങ് ടു ഗെറ്റ് എഫേർട്ട്. അടുത്ത ചോദ്യം നോക്കാം. ദ പേഴ്സൺ ഹു ടോട്ട് മീ യോഗ ലിവ്സ് ഇൻ UK. അപ്പൊ ഇതിനകത്ത് ഹു ടോട്ട് മീ യോഗ എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ, ആഡ്വർബ് ക്ലോസ് ആണോ എന്ന് പറഞ്ഞേ. ഏതാ? അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നാമത്തെ, ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഈ ഒരു സെന്റൻസ് നോക്കിയേ, ദ പേഴ്സൺ. ഈ പേഴ്സണെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ഒരു ക്ലോസ് ആണ് ഇത് അല്ലെ. ദ പേഴ്സൺ ഇയാളാണ്, ഹു ടോട്ട് മീ യോഗ ഇയാളാണ് എന്നെ യോഗ പഠിപ്പിച്ചത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പേഴ്സണെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന ഒരു ക്ലോസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഭാഗം. അതുകൊണ്ട് അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഓക്കെ, അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ, ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സബ്ജക്റ്റ് വേണം, അതേപോലെ തന്നെ ഒരു ക്രിയയും വേണം കേട്ടോ. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹൂ ആണ്, ക്രിയ എന്ന് പറയുന്നത് ടോട്ട് ആണ്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ അഡ്ജക്റ്റീവ് ഫ്രം ദി ഫോളോയിങ്. ഇവിടെ നമുക്ക് 4 സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ സെന്റൻസുകളിലാണ് അഡ്ജക്റ്റീവ് ഉള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് ആദ്യത്തെ സെന്റൻസിൽ മാത്രം, പിന്നെ 1 and 3 1 and 2 സെന്റൻസുകളിലുണ്ട്, അതുപോലെ തന്നെ 1, 3, 4 അഡ്ജക്റ്റീവ് ഉണ്ട്. ഒന്ന് വേഗം നോക്കിയിട്ട് പറഞ്ഞേ. ആൻസർ 1 and 3 ആണ് കേട്ടോ. 1 and 3, അതായത് ഇതിനകത്തും അഡ്ജക്റ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ ഇതും അഡ്ജക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഹീ ഈസ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹീ ഈസ് ഫാസ്റ്റ്, അവനാണ് ഫാസ്റ്റ് അല്ലെ. അപ്പൊ അവനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ഫാസ്റ്റ്. അപ്പൊ ഫാസ്റ്റ് എന്താ? അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായോ? അടുത്ത സെന്റൻസ് നോക്കാം. ഹീ റാൻ ഫാസ്റ്റ്. ഓക്കെ, ഹീ റാൻ ഫാസ്റ്റ്. ഇവിടെ ഫാസ്റ്റ് എന്തിനെ വിശേഷിപ്പിക്കുന്നത്? അവനെയാണോ വിശേഷിപ്പിക്കുന്നത്? അല്ല, അവന്റെ ഓട്ടത്തെയാണ് വിശേഷിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഓട്ടം എന്ന് പറഞ്ഞാൽ, റാൻ എന്ന് പറഞ്ഞാൽ ഇത് വെർബാണ്. ആ വെർബിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നിനെ നമ്മൾ എന്താ പറയാ? ആഡ്വർബ് എന്നാ പറയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ആഡ്വർബ് ആണ്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഒപ്പം അതും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആഡ്വർബ് ആണ്. ഫാസ്റ്റ്ലി എന്ന് നമ്മൾ പറയില്ല കേട്ടോ, തെറ്റായ പ്രയോഗമാണ്. ഓക്കെ, മൂന്നാമത്തെ സെന്റൻസ് നോക്കിയേ. ഹീ ഈസ് എ ഫാസ്റ്റ് റണ്ണർ. ഇവിടെ റണ്ണർ എന്ന് പറയുന്നത് എന്താ? ഒരു നൗൺ ആണ് അല്ലെ. അല്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു മീനിങ് അല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഒരു റണ്ണർ ആണ്. അപ്പൊ ഈ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് ഇവിടെ ഫാസ്റ്റ്. അപ്പൊ അതെന്തായിരിക്കും? അത് അഡ്ജക്റ്റീവ് ആയിരിക്കും.
മനസ്സിലായോ? അപ്പൊ 1ഉം 3ഉം അഡ്ജക്റ്റീവ് ആണ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് 4ാമത്തെ സെന്റൻസ് നോക്കാം. ദേ ഫാസ്റ്റ് ഓൺ മൺഡേ. ഫാസ്റ്റ് എന്ന് പറഞ്ഞാല് നോയമ്പ് എടുക്കാന്നൊക്കെ ഒരു മീനിങ് അല്ലേ? അപ്പൊ അത് ക്രിയയാണ് കേട്ടോ, അത് വെർബാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? 1ഉം 3ഉം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ദർ ആർ സെവറൽ മെഡിക്കേഷൻസ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ട്രീറ്റ് ഡാഷ് മലേറിയ. ആൻസർ എന്താ വരുന്നത്? ആൻസർ നോ ആർട്ടിക്കിൾ ആണ്. അതായത് രോഗങ്ങളുടെ പേരിനൊപ്പം നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ മലേറിയ ഒരു ഡിസീസിന്റെ പേരാണ്, അതുകൊണ്ട് തന്നെ അതിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട, നോ ആർട്ടിക്കിൾ ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ക്യാൻ യു പ്ലേ ഡാഷ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്? ഐ പ്ലേ ഡാഷ് പിയാനോ ആൻഡ് ഡാഷ് ഗിറ്റാർ. ആലോചിച്ചിട്ട് പറഞ്ഞേ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ക്യാൻ യു പ്ലേ ഡാഷ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്? അപ്പൊ ഇവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, ഇൻസ്ട്രുമെന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ വരിക? എ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ആയിരിക്കും വരിക. ഒരു ഇൻസ്ട്രുമെന്റിന്റെ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ആയിരിക്കും വരിക. ഐ പ്ലേ ഡാഷ് പിയാനോ ആൻഡ് ഡാഷ് ഗിറ്റാർ. ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും വരിക? നമ്മളിപ്പോ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുക, വായിക്കുക എന്നുള്ളൊരു മീനിങ്ങിൽ വരുമ്പോൾ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ പേരിന് മുമ്പിൽ നമ്മൾ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിരിക്കും യൂസ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഇവിടെയും ദ, ഇവിടെയും ദ കേട്ടോ. അപ്പൊ ആൻസർ എന്തായിരിക്കും വരിക? എ ദ, അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്തൊരു സിനോണിം ആണ് കേട്ടോ, മിഷ്മാഷ്. ഒരു SH കൂടി ഉണ്ട് കേട്ടോ. മിഷ്മാഷിന്റെ സിനോണിം എന്താണ്? ആൻസർ കൺഫ്യൂഷൻ ആണ്. ഓക്കെ, മിഷ്മാഷ് ഇറ്റ് മീൻസ് കൺഫ്യൂഷൻ. എങ്ങനെ ആലോചിക്കുന്നേ? നമ്മളിപ്പോ ഒരു കാര്യം, ഇപ്പൊ പഠിപ്പിന്റെ കാര്യം തന്നെയാണെന്ന് വിചാരിച്ചോ. ഒരു മിസ്സും ഒരു മാഷും പല രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, സെയിം കണ്ടന്റ് തന്നെ പല രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കില്ലേ? അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം, മിസ്സും മാഷും ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മിഷ്മാഷ് സിനോണിം ഇറ്റ് മീൻസ് കൺഫ്യൂഷൻ. ഓക്കെ, SSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു വാക്കാണ്, അതുകൊണ്ട് തന്നെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ, കൺഫ്യൂഷൻ. അടുത്ത ചോദ്യം, ഹൂ സ്റ്റോൾ യുവർ പെൻ? ഇതിനെ നമ്മൾ പാസീവിലേക്ക് ആക്കണം. അപ്പൊ ഇതേപോലത്തെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ PSCയുടെ ഒരു ട്രെൻഡ് ആണ് കേട്ടോ. ഇതേപോലത്തെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്, എല്ലാവരും പഠിച്ചു വെച്ചേക്കാം. ഇതിനെ നമ്മൾ എന്താക്കണം? പാസീവിലേക്ക് ആക്കണം. ഈ കൊടുത്തിട്ടുള്ള ആക്റ്റീവ് ആണ്. പറഞ്ഞോളൂ, എന്തായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ ബൈ ഹൂം വാസ് യുവർ പെൻ സ്റ്റോളൺ. ഓക്കെ, ബൈ ഹൂം വാസ് യുവർ പെൻ സ്റ്റോളൺ. എന്തുകൊണ്ടാണ് ഈ ഒരു ആൻസറിലേക്ക് വന്നേ? അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ആക്റ്റീവ് വോയിസ് ആണ്. ഇതിനെ പാസീവിലേക്ക് ആക്കണ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതായത് ആക്റ്റീവിനകത്ത് ഏത് ടെൻസ് ആണോ അതേ ടെൻസ് തന്നെയായിരിക്കും പാസീവിനകത്തും വരിക അല്ലെ? അപ്പൊ നമുക്കറിയാം സ്റ്റോൾ എന്ന് പറഞ്ഞാല് എന്താ? പാസ്റ്റ് ടെൻസ് ആണ്. സ്റ്റീലിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റോള്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു ഓപ്ഷൻ എടുത്ത് മാറ്റാം, കാരണം ഇത് ഇത് പാസ്റ്റ് അല്ല, പ്രസന്റ് ആണ്. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെ, ഇനി ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇനി നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് വരിക? അപ്പൊ ശ്രദ്ധിക്കുക, ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കണ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലാണെങ്കിൽ പാസീവിനകത്തും എന്ത് രൂപത്തിലായിരിക്കണം? ക്വസ്റ്റ്യൻ രൂപത്തിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ രൂപം എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഇപ്പൊ സപ്പോസ് ഞാൻ പറയാണ്, ആർ യു സ്റ്റഡിങ്? ഓക്കെ, ആർ യു സ്റ്റഡിങ് ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ, ആർ യു സ്റ്റഡിങ്. അപ്പൊ ഇതെങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്? ഒരു ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് എന്ത് വന്നിട്ടുള്ളത്? ഒരു സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. അങ്ങനെയാണല്ലോ അതിന്റെ ഫോർമാറ്റ്. മനസ്സിലായല്ലോ? ബൈഹാർട്ടൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇനി ഇതേപോലെ ഓക്സിലറി വെർബ് ആദ്യം വരണം. ഇനി ഈ രണ്ട് സെന്റൻസുകൾ നോക്കിയേ, ഇതിനകത്ത് ബൈ ഹും. ഓക്കെ, ഇനി ആദ്യം വരേണ്ടത് എന്താ? ഓക്സിലറി വെർബാണ്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്സിലറി വെർബ് വരണം. അപ്പൊ ഇതിനകത്ത് ഓക്സിലറി വെർബ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതിനകത്താണ്. അതിനുശേഷമാണ് സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ബൈ ഹൂം വാസ് യുവർ പെൻ സ്റ്റോളൺ. കിട്ടിയോ? ഓക്കെ ആണോ? അപ്പൊ ഹൂ വെച്ച് തുടങ്ങുകയാണെങ്കിൽ ബൈ ഹൂം വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ വേറൊരു കാര്യം, ഇതിപ്പം ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിൽ നമ്മുടെ റൂള് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ. അത് നമുക്ക് അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ കിട്ടിയല്ലോ, ബൈ ഹൂം വാസ് യുവർ പെൻ സ്റ്റോളൺ. അടുത്ത ചോദ്യം, ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഈ ഒരു ഇഡിയത്തിന്റെ മീനിങ് എന്താണ് വരുന്നത്? ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സോൾട്ട്. ആൻസർ ഡൗട്ട് ആണ് കേട്ടോ, ഡൗട്ട് ആണ്. അതായത് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ചില ആൾക്കാർ, ഇപ്പൊ നമ്മുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും അവർ പല കാര്യങ്ങൾ പറഞ്ഞാലും അതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അല്ല നമുക്ക് കുറച്ച് ഡൗട്ട് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ് ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഓക്കെ, ഇനി എങ്ങനെയാ ആലോചിക്കുന്നത്? അപ്പൊ നമ്മൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ഇപ്പൊ കറീനകത്ത് സോൾട്ട് ഇട്ടോ ഇല്ലേ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞാണ് ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഇറ്റ് മീൻസ് ഡൗട്ട് കേട്ടോ. അടുത്ത ചോദ്യം, സ്പോട്ട് ദി എറർ ഇഫ് എനി. ഇതിനകത്ത് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ. ഓക്കെ, ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഞാനൊന്ന് നമ്പർ കൊടുത്തേക്കട്ടെ. ഹി ഹാസ് ലോസ്റ്റ് ഓൾ വാട്ട് ഐ ഗേവ് ഹിം, നോ എറർ. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇവിടെയാണ് തെറ്റ്. ഹി ഹാസ് ലോസ്റ്റ് ഓൾ വാട്ട് അല്ല, ഓൾ ദാറ്റ് എന്ന് പറയണം കേട്ടോ. ഓളിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദാറ്റ് ആണ്, വാട്ട് അല്ല.
ഓർത്ത് വെച്ചേക്ക. ഹി ഹാസ് ലോസ്റ്റ് ഓൾ ദാറ്റ് ഐ ഗേവ് ഹിം. അടുത്ത ചോദ്യം നോക്കാം. ഓൾ ഓഫ് ദം ട്രൈഡ് ഹാർഡ് ടു ഡാഷ് ദി ഫയർ. ആൻസർ എന്തായിരിക്കും വരിക? പുട്ട് ഔട്ട് ആണോ, പുട്ട് ഓഫ് ആണോ, പുട്ട് എവേ ആണോ, പുട്ടപ്പ് ആണോ? വേഗം പറഞ്ഞു. ഓൾ ഓഫ് ദം ട്രൈഡ് ഹാർഡ് ടു ഡാഷ് ദി ഫയർ. ആൻസർ പുട്ട് ഔട്ട് ആണ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അണയ്ക്കുക, എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക, കെടുത്തുക, തീ അണയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് പുട്ട് ഔട്ട് കേട്ടോ. പുട്ട് ഓഫ് പലരും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ്പോൺ ചെയ്യുക. എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യുക കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, പോസ്റ്റ്പോൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രേസൽ വെർബിന്റെ കോഡ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കാണാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ദ ഫാമിലി സോ പുവർ ദാറ്റ് ദേ ഹാവ് ഡാഷ് ലിറ്റിൽ മണി ഫോർ ഫുഡ് ഓർ എഡ്യൂക്കേഷൻ. ഇവിടെ എന്താ വരുന്നത്? ദ ആണോ, എ ആണോ, എനി ആണോ, നോ ആർട്ടിക്കിൾ ആണോ? ആൻസർ നോ ആർട്ടിക്കിൾ ആണ്. ഓക്കെ, എന്തുകൊണ്ടാ? ഇവിടെ നോക്കിയത് ഫാമിലി സോ പുവർ, അവർ ഭയങ്കര ദരിദ്രരാണ് അല്ലെ, അവരുടെ കയ്യിൽ കാശൊന്നും ഇല്ല എന്നുള്ളൊരു രീതിയിലല്ലേ പറയുന്നത്. ഫുഡ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനായിട്ട് കാശൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ലിറ്റിൽ അല്ലേ? ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് രീതിയിലാണ് പറയുന്നത്, ഒന്നും ഇല്ല എന്നുള്ളൊരു മീനിങ്ങാ. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചുണ്ട്. എ എന്ന് പറയുമ്പോൾ കുറച്ചുണ്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യണ്ട, നോ ആർട്ടിക്കിൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഹൗ ഇസ് ദാറ്റ് കണ്ടീഷൻ ഓഫ് ഡാഷ്? ഹിസ് ആണോ, യുവർ ആണോ, ദെം ആണോ, ഹെർ ആണോ? ആൻസർ ഹിസ് ആണ്. എങ്ങനെ ആൻസറിലേക്ക് എത്തിയേ? ഇവിടെ നമ്മുടെ ഡാഷ് ലാസ്റ്റ് ആണ് അല്ലെ. ഡാഷ് ലാസ്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കും ഫില്ല് ചെയ്യേണ്ടി വരിക? പൊസീവ് പ്രോനൗൺ ആണ്. പൊസീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഏതൊക്കെയാ? ഹിസ് ഉണ്ട്, ഹേഴ്സ് ഉണ്ട്, യുവേഴ്സ് ഉണ്ട്, ഒരു എസ് വരുന്നുണ്ട് കേട്ടോ, ദയേഴ്സ് ഉണ്ട്, പിന്നെ മൈൻ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയ 4 ഓപ്ഷൻ നോക്കിയിട്ട് പറഞ്ഞേ, ഹിസ് അല്ലേ വരുന്നത്? യുവർ എന്ന് പറയുന്നത് പൊസീവ് അഡ്ജക്റ്റീവ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഹിസ് ആണ് കേട്ടോ. പഠിച്ചു വെച്ചേക്കുക പൊസീവ് പ്രോനൗൺ ഏതാണ്, പൊസീവ് അഡ്ജക്റ്റീവ് ഏതാണെന്നൊക്കെ പഠിച്ചു വെച്ചേക്കുക. നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹീസ് എ മാൻ ഐ ആം ലുക്കിംഗ് ഡാഷ്. ഹീസ് എ മാൻ ഐ ആം ലുക്കിംഗ് ഫോർ. ഈ ഒരാളെയാണ് ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ചേ എന്ന് പറയുമ്പോൾ ലുക്കിംഗ് ഫോർ എന്നാണ് പറയുക കേട്ടോ, ലുക്കിംഗ് ഫോർ. അടുത്ത ചോദ്യം നോക്കാം. ഓഫ് ദ 2 സിസ്റ്റേഴ്സ് അഞ്ജലി ഈസ് ദ ഡാഷ്. പറഞ്ഞേ, മോർ വൈസർ ആണോ, വൈസിസ്റ്റ് ആണോ, വൈസർ ആണോ, മോസ്റ്റ് വൈസിസ്റ്റ് ആണോ? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ. അഞ്ജലി ഈസ് ദ വൈസർ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, പലരും പിന്നെയും തെറ്റിക്കുന്നുണ്ടാവും. ഇവിടെ രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസൺ അല്ലെ, ഓഫ് ദ 2 സിസ്റ്റേഴ്സ് ആണ്. രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസൺ വരുമ്പോൾ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ദ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളും അതിനുശേഷം കമ്പാരിറ്റീവ് ഫോം ആയിട്ടുള്ള വൈസറും യൂസ് ചെയ്യാം. മനസ്സിലായോ? അല്ലാതെ ഇവിടെ ദ കണ്ടു കഴിയുമ്പോൾ ദയ്ക്ക് ശേഷം നമ്മൾ സൂപ്പർലേറ്റീവ് അല്ലേ യൂസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ആ ഒരു ആൻസറിലോട്ട് പോകരുത് കേട്ടോ. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ ദ പ്ലസ് കമ്പാരിറ്റീവ് ഫോം. ഓക്കെ, 3ഓ അതിൽ കൂടുതലോ വരുമ്പോഴാണ് നമ്മൾ ഈ ദയ്ക്ക് ശേഷം സൂപ്പർലേറ്റീവ് ഫോം യൂസ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ആൻസർ ദ വൈസർ ആണ് കേട്ടോ. ഐ വുഡ് റാദർ യു ഡാഷ് അനദർ ടൈം. ആൻസർ എന്തായിരിക്കും? പറഞ്ഞു തന്നെ. ഐ വുഡ് റാദർ യു ഡാഷ് അനദർ ടൈം. ആൻസർ കെയിം ആണ്. അപ്പൊ വുഡ് റാദറിന് ശേഷം ബേസ് ഫോം ഓഫ് ദി വെർബ് കമ്മല്ലേ വരണ്ടേന്നും പറഞ്ഞ് കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാവും. ശ്രദ്ധിക്കുക, വുഡ് റാദറിന് ശേഷം ഇവിടെ ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട് അല്ലെ. വുഡ് റാദറിന് ശേഷം നേരിട്ട് ഡാഷ് ആണോ? അല്ല, ഇവിടെ ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം എപ്പോഴും V2 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും വരിക. എന്തായിരിക്കും വരിക? V2 ഫോം ഓഫ് ദി വെർബ്, അതായത് കമ്മ്, കേം അല്ലെ. V2 എന്ന് പറഞ്ഞാൽ കേം ആണ് വരിക. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ, വെറുതെ വുഡ് റാദറിന് ശേഷമാണെങ്കിൽ ബേസ് ഫോമും വുഡ് റാദറിന് ശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ V2 ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം. അടുത്ത ചോദ്യം. ഐ പ്രിഫർ ഡാഷ് ടു സൈക്ലിംഗ്. ഓക്കെ, ഐ പ്രിഫർ വാക്കിംഗ് ടു സൈക്ലിംഗ് ആണ്. അതായത് പ്രിഫറിന് ശേഷം നമ്മൾ ക്രിയയുടെ ING ഫോം വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ഐ പ്രിഫർ വാക്കിംഗ്, പിന്നെ ടു നമ്മൾ യൂസ് ചെയ്യും, പ്രിഫർ ടു നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ ക്രിയ ആണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ക്രിയയുടെ ഒപ്പം ING കൂട്ടിയിട്ട് പറയാം. അപ്പോൾ വാക്കിംഗ് ടു സൈക്ലിംഗ്. നെക്സ്റ്റ് വൺ. ഇഫ് യു ത്രോ എ പീസ് ഓഫ് വുഡ് ഇൻ ടു വാട്ടർ ഇറ്റ് ഡാഷ്. ആലോചിച്ചിട്ട് പറഞ്ഞേ. ഇഫ് ക്ലോസിന്റെ ആണ്. ഇഫ് യു ത്രോ എ പീസ് ഓഫ് വുഡ് ഇൻ ടു വാട്ടർ ഇറ്റ് ഡാഷ്. ആൻസർ ഇറ്റ് ഫ്ലോട്ട്സ് ആണ് അല്ലെ. എന്തുകൊണ്ടാ? പലരും വിചാരിക്കുന്നുണ്ടാവും ഇഫ് ഉണ്ടല്ലോ, പിന്നെ V1 ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ വിൽ ഫ്ലോട്ട് അല്ലേ വരണ്ടേന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ ശ്രദ്ധിക്കുക, ഇതെന്താ? ഇതൊരു ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്റ്റ് ആണെങ്കിൽ 0 കണ്ടീഷൻ ആണ് അല്ലെ. ട്രൂത്തോ അല്ലെങ്കിൽ ഫാക്റ്റ് ആണെങ്കിൽ നമ്മളിപ്പോ ഒരു വുഡ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്ലോട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വില്ലോ വുഡോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെറുതെ കൊടുക്കുക. ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഫ്ലോട്ട്സ് ആണ് വരിക. ഓക്കെ, ഡാഷ് ദി ബോക്സ് ദർ. ലേഡ് ആണോ, ലൈ ആണോ, ലേ ആണോ, ലെയിൻ ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞേ. ഡാഷ് ദി ബോക്സ് ദർ. ആൻസർ ലേ ആണ് അല്ലെ. ലേ ആണ്. ലേ ദ ബോക്സ് ദർ. എന്തുകൊണ്ടാണ് ഈ ആൻസർ ആയേ? ഇവിടെ ശ്രദ്ധിക്കുക, ലേ, പിന്നെ ലേഡ്, പിന്നെ തേർഡ് ഫോം ലേഡ് തന്നെ കേട്ടോ, ലേഡ് തന്നെ.
അപ്പൊ ഇവിടെ നമുക്ക് പാസ്റ്റിനെ കാണിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസന്റ് ആയിട്ടുള്ള ലേ എടുക്കുകയാണ് കേട്ടോ. ലേ ദ ബോക്സ് ദർ, അവിടെ ആ ബോക്സ് വെച്ചോളൂ എന്നുള്ളൊരു മീനിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ലൈ ആണെങ്കിൽ ലേ, പിന്നെന്താ വരിക, ലെയിന് വരും. ഓക്കെ, ഇത് ലൈ എന്ന് പറഞ്ഞാൽ കിടക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ അത് വരികയാണെങ്കിൽ ലൈയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ടും ലേ വരും. പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് പ്രസന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ലേ ആൻസർ ആയിട്ട് എടുത്തത്. ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഡി ഫാക്ടോ. ഡി ഫാക്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ഫാക്ട് അല്ലെങ്കിൽ ഇൻ ഫാക്ട് ആണ് കേട്ടോ. ഡി ഫാക്ടോ എന്ന് പറഞ്ഞാൽ ഇൻ ഫാക്ട്. ഇൻ ദ ലോ എന്ന് പറഞ്ഞാൽ ഡി ജൂർ ആണ്. അപ്പൊ അതല്ല. എൻജോയ് ദ പ്രസന്റ് ഡേ എന്ന് പറഞ്ഞാൽ കാർപ്പെ ഡയം ആണ്. അതല്ല. ഫോർ ദ സ്പെഷ്യൽ പേർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ഹോക്ക് ആണ് കേട്ടോ. അപ്പൊ കിട്ടിയോ? പഠിച്ചോ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്തിട്ട് വരാൻ ചാൻസ് ഉള്ള മോഡൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ അതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ ആണോ ടഫായിട്ട് തോന്നുന്നത് ആ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത വീഡിയോ കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. നന്നായിട്ട് പഠിച്ചോളൂ. ബൈ.